പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 27 അധ്യായത്തിൻ്റെ 2-3 വാക്യം. അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവീൻ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരും തൊടാതിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ളതായ ഒരു വാഗ്ദത്തം ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വാഗ്ദത്തം നമുക്ക് ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമല്ലാതെ ആർക്കും തരുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവിനല്ലാതെ ഇങ്ങനെ ഒരു വാഗ്ദത്തം ആർക്കും തരുവാൻ കഴിയുകയില്ല. എന്താണ് ഈ മനോഹരമായ മുന്തിരിത്തോട്ടം? ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ ജീവിതം ഒരു മുന്തിരിത്തോട്ടമാണ്. മനുഷ്യൻ്റെ കുടുംബ ജീവിതം ഒരു മുന്തിരിത്തോട്ടമാണ്. അവൻ്റെ ആത്മീക ജീവിതം ഒരു മുന്തിരിത്തോട്ടമാണ്. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിൽ അതിനെ മനോഹാരിതമില്ലാതാക്കി മാറ്റുന്നതായ 3 ശക്തികളുണ്ട്. ഒന്ന് വിദ്രുത സർപ്പം. 1-ാം വാക്യം. വിദ്രുത സർപ്പം, വക്രത സർപ്പം, അതിനുശേഷം സമുദ്രത്തിലെ സർപ്പം. ഇവയ്ക്ക് 3നും ദൈവം ഇട്ട പേര് ലിവ്യാഥാൻ. ലിവ്യാഥാനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ ധാരാളം പഠിക്കുവാനുണ്ട്. വലിയ വലിയ ശാസ്ത്രമായിട്ട് അതിനെ പഠിക്കുവാനുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെയും മലിനമാക്കി കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുമാറാക്കുന്നതായ, വേലികളില്ലാത്ത, നനവില്ലാത്തതായ, അനുഭവം കൊടുക്കാത്ത, ഉടയവന് ഒരു രീതിയിലും പ്രയോജനപ്പെടാത്ത രീതിയിൽ അതിനെ മനോഹാരിത മുഴുവനും ഇല്ലാതാക്കി കളയുന്നതായ ഈ ശക്തികളെ ഒഴിച്ചു നിർത്തുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മനോഹാരിതമാകും. അപ്പോൾ അന്നാളിൽ എപ്പോൾ നിനക്കതിനെ ഒഴിച്ചു നിർത്തുവാൻ കഴിയുമോ അന്ന് നിങ്ങൾ മടി കൂടാതെ ഒരു പാട്ട് പാടുവീൻ, ജയത്തിൻ്റെ പാട്ട് പാടുവീൻ. നിങ്ങളുടെ മുന്തിരിത്തോട്ടം മനോഹാരിതമായിരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് സ്വർഗം കേൾക്കുന്നു. സ്വർഗം പെട്ടെന്ന് ഒരു ഉത്തരവ് ദൂതന്മാർക്ക് കൊടുക്കുന്നു. എന്താണെന്നറിയാമോ? പോകുവീൻ, ആ മനോഹര മുന്തിരിത്തോട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അങ്ങനെ ആ ദൂതന്മാർ ചെയ്യുന്ന ജോലിയെക്കുറിച്ചാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ അതിനെ, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. എന്ന് പറഞ്ഞാൽ ഒരു ക്ഷണത്തിൽ പോലും നനവില്ലാതെ ഉണങ്ങിയതായി അതിനെ വിടുകയില്ല. അതിനുശേഷം ആരും തൊടാതിരിക്കത്തക്കവണ്ണം ഞാൻ അതിനെ പരിപാലിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പല രീതിയിൽ നമ്മുടെ മുന്തിരിത്തോട്ടം മലിനമാകുന്നു. ഒന്ന്, വിദ്രുത സർപ്പത്തിൻ്റെ പ്രവൃത്തി. എന്താണ് ഈ വിദ്രുത സർപ്പം? ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സേസ് പിയേഴ്സിംഗ് സർപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ പിരിവിനെ ഉണ്ടാക്കുന്നവൻ, മുറിവുകൾ ഉണ്ടാക്കുന്നവൻ, ആഴത്തിൽ വേദന ഉണ്ടാക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഴത്തിൽ തമ്മിൽ വേദന ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആഴത്തിൽ വേദന ഉളവാക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം തന്നെ വിദ്രുത സർപ്പത്തിന് ഇടം കൊടുക്കുന്നു. അതിനുശേഷം നാം നമ്മെ തന്നെ വഞ്ചിക്കുമ്പോൾ, തിരുവചനം പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ വക്രതാപരമായിട്ടുള്ള സ്വഭാവം നാം അത് അവലംബിക്കുമ്പോൾ, അല്ലെങ്കിൽ വഞ്ചനയുള്ളതായ സ്വഭാവത്തെ നാം അവലംബിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം വക്രസർപ്പത്തിന് ഇടം കൊടുക്കുന്നു. ദൈവം ആ സർപ്പങ്ങളെ നോക്കി സ്വർഗം വിളിക്കുന്ന പേര് ലിവ്യാഥാൻ. എന്നാൽ ഇവരെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ദൈവം ആ തോട്ടത്തിന് വിളിക്കുന്നത് മനോഹരമായ മുന്തിരിത്തോട്ടം, എൻ്റെ മുന്തിരിത്തോട്ടം. നാം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായി മാറുന്നു. എന്നാൽ വളരെ കൗശലബുദ്ധിയോടുകൂടെ വേറൊരു സർപ്പമുണ്ട്. അവൻ സമുദ്രത്തിലുള്ളതായ സർപ്പം. 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും ഞാൻ സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബമായ ജീവിതത്തിലും
വെറും വക്രസർപ്പവും വിദ്രുത സർപ്പവുമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആത്മീയ ജീവിതത്തിൽ സമുദ്രത്തിൽ, അതായത് ആത്മീകമായിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് മഹാസർപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുത്തർക്കും പിടികിട്ടുവാൻ സാധിക്കാത്തതായ മഹാസർപ്പം, ജയന്റ് ഈസ് ദ കിങ്. ഈ സർപ്പത്തിൻ്റെ തീറ്റി ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യനെ തിന്നുക. അവനെയാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമായി അവിടെ കാട്ടിയിരിക്കുന്നത്. ദൈവം സൃഷ്ടിക്കുന്ന ശിശുവിനെ, ദൈവം സൃഷ്ടിക്കുന്നതായ ആൺകുട്ടിയെ, ദൈവം സൃഷ്ടിക്കുന്നതായ മനുഷ്യനെ, ദൈവം സൃഷ്ടിക്കുന്നതായ വിശുദ്ധന്മാരെ, ദൈവം സൃഷ്ടിക്കുന്നതായ മുന്തിരിത്തോട്ടങ്ങളെ, അവയെ തിന്നൊടുക്കിക്കൊണ്ട് ആ മഹാസർപ്പം എപ്പോഴും സമുദ്രത്തിൽ മറഞ്ഞിരുന്നു കൊണ്ടിരിക്കും. ആത്മീയ ജീവിതത്തിൽ അവൻ മറഞ്ഞിരിക്കും, അവനെ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ വിദ്രുത സർപ്പത്തെയും വക്രസർപ്പത്തെയും അകറ്റി നിർത്തുമ്പോൾ ഞാൻ സമുദ്രത്തിലുള്ള സർപ്പത്തെ കൊന്നുകളയാം, ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ദൈവം പറയുകയാണ്. എന്നാൽ രണ്ട് കാര്യം നമ്മൾ ചെയ്യണം. വിദ്രുത സർപ്പത്തെ മാറ്റി നിർത്തണം, സർപ്പത്തെ മാറ്റി നിർത്തണം. ഈ രണ്ട് ലിവ്യാഥാനെ മാറ്റി നിർത്തുമ്പോൾ സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന മഹാസർപ്പത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. ആരാധനയിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാസർപ്പത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ സമൂഹത്തിൽ, അല്ലെങ്കിൽ നീ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സംഘടനാത്മകമായ ആ അവസരങ്ങളിലൊക്കെയും കൂട്ടായ്മകളിൽ മറഞ്ഞിരിക്കുന്ന മഹാസർപ്പത്തിന്മേൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നിനക്ക് ഈ ലിവ്യാഥാനെ മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്നാളിൽ നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ മഹാസർപ്പങ്ങൾ കടുപ്പമുള്ളവരാണ്, വലിപ്പമുള്ളവരാണ്, ബലമുള്ളവരാണ്. എങ്കിലും ശത്രുവിൻ്റെ ലിവ്യാഥാൻ്റെ കടുപ്പത്തെയും ബലത്തെയും വലിപ്പത്തെയും കണ്ടുകൊണ്ട് നീ ഭയപ്പെടരുത്. അതിന് തക്കതായ വാളുകൾ ദൈവം ഉപയോഗിച്ച് അതിന്മേൽ പോരാടുവാൻ ദൈവം ശക്തനാണെന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ആ പാട്ടിന്മേൽ ദൈവം ഏറ്റെടുത്തുകൊണ്ട് ദൈവം നമുക്ക് ഉത്തരം തരികയാണ്. ഞാനതിനെ പരിപാലിക്കും, ഞാനതിനെ സൂക്ഷിക്കും. അതിന് ഫലവത്തായ വലിയൊരു വേലി കർത്താവ് കൊണ്ടുവന്ന് കെട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്നതായ ആ വേലികളൊക്കെയും ദൈവം കൊണ്ടുവന്ന അതിരുകൾ കെട്ടുന്നു. വന്യമൃഗങ്ങൾ അതിൽ കൂടെ കയറി ഇറങ്ങാതെ, അല്ലെങ്കിൽ അതിന്മേൽ അല്ലെങ്കിൽ ചെറുകുറുക്കന്മാർ അതിൻ്റെ ഫലങ്ങൾ പറിച്ചു കൊണ്ടുപോകാതെ, ഉടയവന് പ്രയോജനമുള്ള മുന്തിരിത്തോട്ടമായി, നനവുള്ള മുന്തിരിത്തോട്ടമായി, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന മുന്തിരിത്തോട്ടമായി, തക്ക സ്ഥലത്ത് നട്ടിട്ടുള്ള മുന്തിരിത്തോട്ടങ്ങളായി ദൈവം അതിനെ മാറ്റും. അതിന് പുതിയൊരു രൂപം കൊടുക്കും. അതിനൊരു പേർ ദൈവം വിളിക്കുന്നു, ബ്യൂട്ടിഫുൾ വൈൻ യാർഡ്, മനോഹരമായ മുന്തിരിത്തോട്ടം. ദൈവം നമ്മോടുകൂടെ ചേർന്ന് പാടുകയാണ്, ഞാൻ അതിനെ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ അതിരുകൾ പൊളിഞ്ഞും വന്യമൃഗങ്ങൾ കയറിയും ഫലമില്ലാതെയും വരണ്ടതും മെലിഞ്ഞതുമായിട്ടുള്ള മുന്തിരിത്തോട്ടങ്ങളാണോ? വക്ര സർപ്പവും വിദ്രുത സർപ്പവും കയറി ഇറങ്ങി നിന്റെ മുന്തിരിത്തോട്ടങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ട് അതിൻ്റെ മനോഹാരിതയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ നിന്നും വിദ്രുതകളെയും വക്രതകളെയും മാറ്റി നിർത്തുമ്പോൾ ഞാൻ അവിടെ കടന്നു വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുക്കും. നിന്റെ കുടുംബത്തിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം ഞാൻ ഏറ്റെടുക്കും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുക്കും. ഞാൻ അതിന് ഒരു പേര് നൽകും, മനോഹരമായ മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ലാവണ്യതകളെ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ, അഭിമാനിക്കുവാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ ഭാഗ്യകരമായ ജീവിതം, അല്ലെങ്കിൽ ഭാഗ്യകരമായ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.